ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. Tella, we simplify learning. In the case of uniform acceleration, average velocity will be u plus v by 2. അപ്പോൾ ഏത് കേസിൽ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? u പ്ലസ് v ബൈ 2 ആണ്. ഏത് കേസിലാണ്? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മളുടെ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ u പ്ലസ് v ബൈ 2 ആണ്. ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ 2. ഇത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, ഇത് ഫൈനൽ വെലോസിറ്റി ആണ്, ഡിവൈഡ് ബൈ 2. എങ്ങനെ കിട്ടും നോക്കാം. നമുക്കറിയാം യൂണിഫോം ആക്സലേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതൊക്കെയാണ്? v വിച്ച് ഈസ് ഈക്വൽ ടു u പ്ലസ് a2 ഉപയോഗിക്കും സാർ. യൂണിഫോം ആക്സലറേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഉപയോഗിക്കും. അല്ലെങ്കിൽ v സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിക്കും അല്ലേ? ഇവിടെ എല്ലാം യൂണിഫോം ആക്സലറേഷൻ ഇക്വേഷനാണ്. അങ്ങനെയെങ്കിൽ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? v ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതല്ലേ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. മനസ്സിലായോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് പകരം എന്ത് പറയാം? ദേ ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം t. കാര്യത്തിൽ മനസ്സിലായോ? ഞാൻ ഇക്വേഷനെ ആണെങ്കിൽ എല്ലാ ഭാഗത്തും, അല്ലെങ്കിൽ ഇക്വേഷനെ ഫുള്ളും ആണെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പോവുകയാണ്. സോ ഹാഫ് അങ്ങ് മാറി കിട്ടും. മനസ്സിലായോ? ഈ ഹാഫ് അങ്ങ് മാറി കിട്ടാൻ ഇക്വേഷൻ്റെ മുകളിലും താഴെയും, ഇവിടെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങനെ കിട്ടും ആൻസർ? 2ut ഉണ്ടോ? 2ut പ്ലസ് ഈ 2ഉം ക്യാൻസൽ ആയിപ്പോവും. അപ്പം എന്ത് കിട്ടും? at സ്ക്വയർ ഡിവൈഡ് ബൈ ഈ 2 ഇവിടെ വരുമ്പോൾ 2t. കാര്യം മനസ്സിലായല്ലോ? സോ ഇക്വേഷൻ്റെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്ക് ആരെ കോമൺ എടുക്കാം? നമുക്കാണെങ്കിൽ ഇതിൽ നിന്നും ടിയെ കോമൺ എടുക്കാം. സോ ടിയെ കോമൺ എടുക്കുകയും ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ 2u പ്ലസ് at ഉണ്ടോ? ടി സ്ക്വയർ എന്നൊരു ടി പുറത്തെടുക്കുമ്പോൾ at എന്നാവും ഡിവൈഡ് ബൈ 2t. സോ ടിയും ടി എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. സോ നമുക്ക് ആൻസർ കിട്ടി 2u പ്ലസ് at ഡിവൈഡ് ബൈ 2. ഇതാണ് കിട്ടിയത്, 2u പ്ലസ് at ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ at എന്ന് പറഞ്ഞാൽ എന്താണ്? അത് v മൈനസ് u ആണ്. ഉണ്ടോ? at എന്താണ്? at എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ കൊണ്ടുവരാം. സോ v മൈനസ് u ആണ് at. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, 2u ഞാൻ അതുപോലെ എഴുതി പ്ലസ് അതുപോലെ എഴുതി. at പകരം എന്ത് പറയാം? v മൈനസ് u ഡിവൈഡ് ബൈ 2. 2u മൈനസ് u, 2യിൽ നിന്നും ഒരു u കുറയ്ക്കണം. എത്ര കിട്ടും? 2uയിൽ നിന്ന് ഒരു u കുറച്ച് കഴിഞ്ഞാൽ u. സോ v u പ്ലസ് v ഡിവൈഡ് ബൈ 2. സോ യൂണിഫോം ആക്സലേഷനിലെ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടിയത്? u പ്ലസ് v ബൈ 2.
കാര്യം മനസ്സിലാവുണ്ടോ? സോ ഈ ഇക്വേഷൻ എല്ലാം എവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്? യൂണിഫോം ആക്സിലറേഷൻ്റെ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷനിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്? ഇതെല്ലാം. സോ നമുക്ക് ആവറേജ് വെലോസിറ്റിക്ക് ഡിസ്പ്ലേസിന് പകരം ഇക്വേഷൻ 2 എടുത്തു. എന്നിട്ടാണെങ്കിൽ മുകളിലും താഴെയും ഈ ഹാഫിനെ കളയാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണോ? എന്താ നമ്മൾ ആൻസർ? u+v/2. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് അതൊക്കെ സോൾവ് ചെയ്യാം. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. Tella, we simplify learning. ഈ ഇക്വേഷൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷനിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതൊക്കെയാണ്? v which is equal to u plus at, s is equal to ut plus half at square, v square which is equal to u square plus 2as. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. ഏതാണ്? ആവറേജ് വെലോസിറ്റി ആരെ കേസിലാണ്? യൂണിഫോം ആക്സിലറേഷനിൽ. യൂണിഫോം ആക്സിലറേഷനിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? u+v/2. സോ ടൈം തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് കണക്ക് ചെയ്യാം. കാരണം ആവറേജ് വെലോസിറ്റി നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മോഷൻ എന്തായിട്ട് മാറി? മോഷൻ യൂണിഫോം മോഷനായിട്ട് മാറി. ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ക്രമരഹിതമായ മോഷനെ യൂണിഫോം മോഷനാക്കാൻ നമുക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. സോ നേരത്തെ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആയിരുന്നു. യൂണിഫോം ആക്സിലറേഷനെ എങ്ങോട്ട് മാറ്റാൻ കഴിയും? യൂണിഫോം മോഷനിലേക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ യൂണിഫോം മോഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ യൂണിഫോം ആക്സിലറേഷനെ യൂണിഫോം മോഷനാക്കി മാറ്റാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉണ്ടോ? ഈ ഇക്വേഷനെ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ കിട്ടിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പിടിക്കണം. എസ് വിച്ച് ഈസ് ഈക്വൽ ടു v ഇൻറ്റു ടി ആണ്. ഏത് v ആണ്? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടി. കാര്യം യൂണിഫോം മോഷനാണ്. ഉണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡാണ്. ഫൈനൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡാണ്. ആക്സിലറേഷൻ ഒന്നുമില്ല. ടി വിച്ച് ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് സമയത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. എസ് കണ്ടുപിടിക്കണം. ഉണ്ടോ? ടീൻ്റെ വാല്യൂ ഉണ്ട് എത്രയാണ്? 10 സെക്കൻഡ്. യുവിൻ്റെ വാല്യൂ ഉണ്ട് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. വിൻ്റെ വാല്യൂ ഉണ്ട് എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എസ് കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് AT ഉപയോഗിക്കാം. എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഉപയോഗിക്കാം. വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാം. സോ ഇവിടെയൊക്കെ എസ് ഉണ്ട്. അതാണ്ട് ഇവിടെ രസമുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ എ ഉണ്ടോ? ഇല്ല. എ ഇല്ല. നമുക്ക് എസ് കണ്ടുപിടിക്കണം. എ ഇല്ലാതാനും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണെങ്കിലോ നമുക്ക് ടി ഉണ്ടോ? ടി ഉണ്ട്.
എ ഉണ്ടോ? എ ഇല്ല. അപ്പോൾ എസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. സോ എസ് കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം? എ വേണം. ശരിയല്ലേ? ഇക്വേഷനിൽ യുവും ടിയും എയും വേണം, എന്നാലേ എസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ എസ് ഇല്ല, സോ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയും? നിങ്ങൾ ആവറേജ് വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കണം. എത്രയാണ്? വി പ്ലസ് യു ബൈ 2. സോ ആവറേജ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോഷൻ എന്തായിട്ട് മാറി? യൂണിഫോം മോഷനായിട്ട് മാറി. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഈ വെലോസിറ്റി ഏത് വെലോസിറ്റിയാണ്? ആവറേജ് വെലോസിറ്റിയാണ്. സോ എസ് വിച്ച് ഈസ് ഈക്വൽ ടു എസ് വിച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി, വി ആവറേജ് ഇൻറ്റു ടി വിച്ച് ഈസ് ഈക്വൽ ടു വി ആവറേജ് എത്രയാണ്? ഇതാണ് വി ആവറേജ്, വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി വിച്ച് ഈസ് ഈക്വൽ ടു വി എത്രയാണ്? 2 ആണ്. സോറി, വി 2 അല്ല, വി 4 ആണ്. പ്ലസ് 2 ബൈ 2 ഇൻറ്റു ടി എത്രയാണ്? 10. സോ 6 ഡിവൈഡ് ബൈ 2 3 ഇൻറ്റു 10 30 മീറ്റർ. സോ 30 മീറ്റർ എന്ന് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. മനസ്സിലാവുണ്ടോ? സോ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് യൂണിഫോം ആക്സലേഷനെ പലപ്പോഴും നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്? യൂണിഫോം മോഷൻ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. യൂണിഫോം മോഷൻ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യൂണിഫോം മോഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് വേണം കണക്ക് ചെയ്യാൻ. മനസ്സിലായോ? സോ ഈസി ആയിട്ട് ഇത്തരം കോൺസെപ്റ്റൊക്കെ നമ്മൾ ആവറേജ് വെലോസിറ്റി ആക്സലേഷനിൽ പഠിക്കും. എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, സോ ഈ കാര്യം മനസ്സിലായോ? In the case of uniform acceleration, average velocity will be u plus v by 2. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? Tella, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. Tella, we simplify learning.